ഉപദേശങ്ങളായി പ്രബോധനങ്ങളായി അവതരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ആയത്തുകളിലൂടെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിക നിയമങ്ങളും ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം. അതാണ് ഇസ്ലാമിക ജീവിതചര്യ. അത് ധാർമ്മികതയിൽ അധിഷ്ഠിതമാണ്, മൂല്യത്തിൽ അധിഷ്ഠിതമാണ്, സനാതനമായ സത്യത്തിൽ അധിഷ്ഠിതമാണ്. ആ ജീവിതത്തെയാണ് സൂക്ഷ്മമായ ജീവിതം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പരമകാരുണികനായ സ്രഷ്ടാവായ ദൈവത്തോട്, അള്ളാഹുവിനോട്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ഏകദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മ ജീവിതം നയിക്കുന്നവനാണ്. അല്ലാതെ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അറബി അനറബിയെക്കാളോ അനറബി അറബിയെക്കാളോ ശ്രേഷ്ഠനല്ല. സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്ക് ജീവിതത്തിൽ ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. ആ സൂക്ഷ്മമായ സനാതനമായ ധാർമ്മികമായ സത്യസന്ധമായ ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവിനോട്, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കലാണ് വിശുദ്ധ ഖുർആനിക നിയമങ്ങളും പ്രവാചക ജീവിതചര്യയും. അത് രണ്ടും പിൻവച്ച് ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയുമ്പോൾ യുവാക്കൾക്ക് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല, സനാതന ബോധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് യൗവനം അല്ലെങ്കിൽ യുവത്വം ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ നിർമ്മിക്കുന്നത്, സൃഷ്ടിക്കുന്നത് അത്തരമൊരു കാര്യത്തിലാണ്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രത്തിന്, അങ്ങനെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രത്തിന് അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെടുന്ന ഒരു സമൂഹത്തിന്, നാടിന്, അതിന്റെ നാടിന് താങ്ങി നിർത്തുന്ന തൂണുകൾ സത്യവും ധർമ്മവും സനാതന മൂല്യങ്ങളുമായിരിക്കും. അങ്ങനെ വേണം നമ്മുടെ രാജ്യത്തിനൊരു പരിവർത്തനം ഉണ്ടാകേണ്ടത്. ആ ധാർമ്മികതയും മൂല്യബോധവും സൂക്ഷ്മമായ ജീവിതം നയിക്കാനുള്ള പുതിയ തലമുറയെ പാകപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ സമകാലിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നാശോന്മുഖതയിലേക്ക് നയിക്കുന്ന യുവത്വത്തെ നാശോന്മുഖതയിലേക്ക് നയിക്കുന്ന പ്രവണതയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയും. ആ മഹത്തരമായ സന്ദേശമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS